ഭദ്രകാളിയാണെങ്കിലും മഹാലക്ഷ്മിയാണെങ്കിലും നമ്മൾ പൊതുവായി ജപിക്കുന്നത് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്നാണ്. സത്യത്തിൽ അത് ചോറ്റാനിക്കര ഭഗവതിയെ ഉദ്ദേശിച്ചുള്ളതാണെന്ന് എത്ര പേർക്കറിയാം? ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഒരേ ശ്രീകോവിലിൽ ഒരേ പീഠത്തിൽ തന്നെ ഭഗവതിയെയും മഹാവിഷ്ണുവിനെയും ആരാധിക്കുന്നുകൊണ്ടാണത്. അതുപോലെ ഒരേ ശ്രീകോവിലിൽ ഒരേ പീഠത്തിലേക്ക് ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും അർച്ചന നടത്താവുന്ന ഭാരതത്തിലെ തന്നെ ഏക ക്ഷേത്രവും ഒരുപക്ഷെ ചോറ്റാനിക്കര തന്നെയാവാം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യവും പ്രത്യേകതകളും നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര. ശബരിമലയും ഗുരുവായൂരും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭക്തജനങ്ങൾ എത്തുന്നതും ഇവിടെ തന്നെയാണ്. ദേവിയെ 3 ഭാവങ്ങളിലാണ് ഇവിടെ ദർശിക്കാനാവുക. സരസ്വതി ദേവിയായി പ്രഭാതത്തിലും, മഹാലക്ഷ്മിയായി ഉച്ചയ്ക്കും, ദുർഗ